സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒലത്തുകൾ കൊണ്ടുപോയിട്ടുണ്ടാകുന്നത് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ബീൻസ് മാത്രമായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ശേഷം ഇതിനു വേണ്ടി മസാല നമ്മൾ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം ഇൻഗ്രീഡിയൻ്റായ വിനാഗിരി അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അതിൽ വഴറ്റി പിന്നെ ബീൻസ് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അതുമാത്രമല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 80% നമ്മുടെ ബീൻസ് ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ ഓവർ കുക്ക്ഡ് ആവണ്ട. നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ഇത്തിരി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെ ബീൻസ് വെന്ത് കിട്ടണം. ശേഷം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വിനാഗിരി മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂപ്പിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ടൈം വരെ മതി. ജസ്റ്റ് ഒരു 2-10 സെക്കൻഡ് മതി. ഇനി ഇതിലെ പ്രത്യേക മസാലകളൊന്നും നമ്മൾ ചേർക്കണ്ട. പാകത്തിനുള്ള മസാല മാത്രം ചേർത്താൽ മതി. എപ്പോഴും മസാല ചേർക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റിയുടെ നേർപകുതി മാത്രമേ മസാല ചേർക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിനൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ ബീൻസ് തോരൻ റെഡിയാവും. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല ഡയറ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വിനെഗർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക.